നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഇന്ന് മെയ് 16 വെള്ളി 2025 വാർത്തകളിലേക്ക്. ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫാണ് വെടിനിർത്തലിന് പിന്നാലെ ഇക്കാര്യം വ്യക്തമാക്കിയത്. നരേന്ദ്രമോദിയുമായും ചർച്ച നടത്താനും തയ്യാറെന്ന് ഷഹബാസ് ഷരീഫ് ഒരു വാർത്താ ഏജൻസിയോട് ആണ് പറഞ്ഞത്. അതേസമയം വെടിനിർത്തലിന് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ട് സേനകളും ധാരണയിലെത്തി. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചുവെന്ന് താൻ അവകാശപ്പെടുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ സംഘർഷം പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും വ്യാപാര വാഗ്ദാനം ചെയ്താണ് പ്രശ്നം പരിഹരിച്ചതെന്നും ഖത്തറിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേപോലെ സന്തോഷമുള്ളതായിരുന്നു ഇതെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തനിക്ക് പ്രതീക്ഷയില്ലെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ നിലപാട് തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ലെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധു ലക്ഷ്യം നേടിയെന്നും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നിലപാടിൽ മാറ്റമില്ലെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. പാകിസ്ഥാൻ തീവ്രവാദം അവസാനിച്ചാൽ മാത്രമേ നദീജല കരാറിലെ നിലപാട് ഇന്ത്യ പുനഃപരിശോധിക്കുകയെന്നും ഭീകരതയെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയെന്നാണ് ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. മോദി ചിത്രജീവിയാണ് എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. അമേഠിൽ നടത്തിയ ഒരു പാർട്ടി പരിപാടിക്കിടയിലാണ് അഖിലേഷിന്റെ ഈ പരാമർശം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞെന്ന പേരിൽ തന്നെ ആരും താക്കീത് ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ. താൻ കൂടി പങ്കെടുത്ത പാർട്ടി മീറ്റിംഗിൽ തന്നോടോ നേരിട്ടോ അല്ലാതെയോ ആരും താക്കീത് ചെയ്തിട്ടില്ലെന്നും ഇതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഒരു രേഖ കാണിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധുവിന്റെ പ്രശംസ ഇസ്രായേൽ സൈനിക മേധാവി മേജർ ജനറൽ ആമിർ ബറം. തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നീതിപരമായ നടപടികൾക്ക് ഇസ്രായേൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ സൈനിക മേധാവിയും ഇന്ത്യയും പ്രതിരോധ സെക്രട്ടറിയും നടത്തിയ സംഭാഷണത്തിലാണ് ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങൾ തമ്മിൽ പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തമാക്കാനും ധാരണയായി. തുർക്കിയിലെ സ്ഥാപനങ്ങളുമായുള്ള അക്കാദമിക് ബന്ധം അവസാനിപ്പിച്ച് ജാമിയ മില്ലിയ ഇസ്ലാമിക സർവകലാശാല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുർക്കി സ്വീകരിച്ച പാക് അനുകൂല നിലപാടിനെതിരെ അടുത്തിടെ ഉണ്ടായ രാജ്യവ്യാപകമായ പ്രദർശനങ്ങൾ തുടർന്നാണ് ഈ തീരുമാനം. നേരത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, കാൺപൂർ യൂണിവേഴ്സിറ്റി എന്നിവയും തുർക്കിയുമായുള്ള അക്കാദമിക് ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തൽ മലക്കം പറഞ്ഞ മുൻ മന്ത്രി ജി സുധാകരൻ. ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും കള്ളവോട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങൾ അല്പം ഭാവന കലർത്തി പറയുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദ പരാമർശം തുടർന്ന് ജി സുധാകരനെതിരെ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായി മൊഴിയെടുത്തു. മൊഴിയെടുപ്പ് പൂർത്തിയായെന്നും വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും മറ്റൊന്നും പറയാനില്ലെന്നുമായിരുന്നു മൊഴിയെടുപ്പിന് ശേഷം ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പത്തനംതിട്ട പാടം വനംവകുപ്പ് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളെ ബലമായി ഇറക്കൊണ്ടുപോയ സംഭവത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. വനംവകുപ്പ് ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഫോറസ്റ്റ് ഓഫീസിൽ പോർവിളി നടത്തിയ വിവാദത്തിലായ കോന്നി MLA ജനീഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച CPM ഇന്ന് പത്തനംതിട്ട കോന്നി DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. വന്യജീവി ആക്രമണം തടയാൻ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. കാട്ടാന ഷോക്കാർ ചരിഞ്ഞ കേസിന്റെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാളെ MLA ബലമായി ഇറക്കിക്കൊണ്ടുപോയത് വിവാദമായെങ്കിലും CPM അന്ന് തന്നെ MLAക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് പുതുതായി ആരും ഉൾപ്പെട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ ആകെ 166 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായ മർദ്ദന സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് പിടിയിലായി. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയ. കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ബെയിലിൻ ദാസിനെ തുമ്പ പോലീസാണ് കസ്റ്റഡിയെടുത്ത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത്. 4ാം ക്ലാസ്സിലെ കേരള പാഠവലി മലയാള പാഠപുസ്തകത്തിൽ മുഴുവൻ ചിത്രം വരച്ചിരിക്കുന്നത് സ്ത്രീകളും വിദ്യാർത്ഥിനികളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ ചിത്രം ഉൾപ്പെടെ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. ചിത്രം വരച്ച പ്രതികളെയും ഈ ചരിത്രപരമായ ദൗത്യ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പാഠപുസ്തക നിർമ്മാണ സമിതി അംഗങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി കുറിപ്പിൽ പങ്കുവച്ചു. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ചു കൊന്ന് ഐവൻ എന്ന യുവാവിന്റെ മരണകാരണം തലക്കേറ്റ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കം തുടർന്ന് CSF ഉദ്യോഗസ്ഥർ ഐവനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 2 CSF ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലായത്. PM ജന്മൻ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി കേരളം. സംസ്ഥാനത്തെ 261 ആദിവാസി കുടുംബങ്ങൾക്ക് വീടുകൾ വൈദ്യുതി ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. 260 കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിന് KSB സമർപ്പിച്ച 57.56 ലക്ഷം രൂപയുടെ വിശദ
പദ്ധതി രേഖകൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഈ ശുപാർശ ഇന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കൈമാറും. കോഴിക്കോട് കോടാഞ്ചേരിയിൽ കാണാതെ ആളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മീൻമുട്ടി പൂവത്തിൻ ചൂട്ടിലാണ് സംഭവം. കാട്ടരയുടെ ചന്ദ്രനാണ് മരിച്ചത്. ലൈസൻസില്ലാത്ത തോക്കും മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തി. 3 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. മലപ്പുറം കാളിക്കാവിൽ അവനെ കടിച്ചു കൊന്ന കടുവയെ മയക്കു വെടിവെച്ച് പിടികൂടും. റബ്ബർ ടാപ്പിങ്ങിനിടെയാണ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറിനെ കടുവ കൊന്നത്. ഗഫൂറിന്റെ ആശ്രയിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും 14 ലക്ഷം ധനസഹായം നൽകുമെന്നും ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ തീരുമാനമായി. വീട്ടിലൊരാൾക്ക് സ്ഥിര ജോലിക്കായി ശുപാർശ നൽകുമെന്നും അറിയിച്ചു. കാളിക്കാവ് അടയ്ക്കാക്കുണ്ടിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടുന്നതിനായുള്ള ദൗത്യം ആരംഭിച്ചു. വനംവകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രി നേതൃത്വത്തിലുള്ള 25 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള വനംവകുപ്പിന്റെ തീരുമാനം. 50 ക്യാമറ ട്രാപ്പുകളാണ് സ്ഥാപിക്കുന്നത്. ശബരിമല ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിക്ക് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അനുബന്ധ ജോലികൾക്കുമായി 4.366 കോടി രൂപ കൺസൾട്ടൻസി ഫീസായി നിശ്ചയിച്ചു. നവി മുംബൈയിലെ SDUPS കൺസൾട്ടൻ പ്രൈവറ്റ് ലിമിറ്റഡിനെ കൺസൾട്ടന്റായും നിയോഗിച്ച KSIDCയുടെ നടപടി വ്യവസ്ഥയിലൂടെ അംഗീകരിച്ചു. വിമാനത്താവള പദ്ധതി പുരോഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത്. കോട്ടയം നിലമ്പൂർ ട്രെയിനിന് 2 അധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി. ഈ മാസം 22-ന് ഇത് പ്രാബല്യത്തിൽ വരും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയ 50 റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. വൈകിട്ട് 4:30 ഓൺലൈനാണ് ഉദ്ഘാടനം. ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകളും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന് പണം മുടക്കാൻ സാധിക്കാൻ സാധ്യത കേരളത്തിലെ 55 മേൽപ്പാലങ്ങളുടെ നിർമ്മാണ തുക പൂർണ്ണമായി റെയിൽവേ വഹിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ. പാലങ്ങളുടെ നിർമ്മാണ ചെലവ് പൂർണ്ണമായി വഹിക്കാനുള്ള റെയിൽവേ തീരുമാനം ഇതാദ്യമായാണെന്നും കേരളത്തിലുടനീളം സുഗമമായ യാത്ര ഉറപ്പാക്കാനും പൊതുജന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള റെയിൽവേയുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ദക്ഷിണ റെയിൽവേ ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ കൃത്യമായ പരിചരണം ഉറപ്പാക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാനത്ത് ഉറപ്പാക്കിയതിലൂടെ ഡെങ്കിപ്പനിയും ബാധിച്ച് മരണങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് മണ്ണാർക്കാട് മദ്യശാലയ്ക്ക് മുന്നിൽ വെച്ച് യുവാവിനെ കുത്തിക്കുന്ന കേസിലെ മുഖ്യപ്രതിയായ സാജൻ കൈതച്ചിറയെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കിഷ് കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി. തുർക്കി ആസ്ഥാനമായുള്ള സെലബി എയർപോർട്ട് സർവീസിനെതിരെയാണ് നടപടി. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തുന്ന ഈ കമ്പനിയെ വിലക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാന് യുദ്ധത്തിൽ ആളും ആയുധവും നൽകി സഹായിച്ച തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനത്തിനിടയിലും പാകിസ്ഥാനുള്ള നിലപാട് മാറ്റാതെ തുർക്കി. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ BJP മന്ത്രിയുടെ വിവാദ പരാമർശം സംബന്ധിച്ച അന്വേഷണത്തിന് മധ്യപ്രദേശ് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കും. അന്വേഷണം നീതിപൂർവ്വം നടക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും മധ്യപ്രദേശ് ഹൈക്കോടതി വ്യക്തമാക്കി. കേണൽ സോഫിയ ഖുറേഷിയെ മന്ത്രി വിജയ് ഷാ അധിക്ഷേപിച്ചത് ഭീകരരുടെ സഹോദരി എന്നാണ്. ഉദ്യോഗസ്ഥ മാത്രമല്ല സായുധ സേനയെ മൊത്തത്തിൽ അവഹേളിക്കുകയാണ് മന്ത്രി ചെയ്തതെന്നും കോടതി വിമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഭീകരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസറിന് പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് 14 കോടി രൂപ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. മെയ് 7-ന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരുന്നു. പഹൽഗാം ആക്രമണത്തെ അപലപിച്ചതിന് പിന്നാലെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദ്ദാക്കിയുമായി ചർച്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യ പാക് വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ ട്രംപിന്റെ പ്രസ് സെക്രട്ടറിയും രംഗത്ത്. വെടിനിർത്തലിന് കാരണം ട്രംപാണെന്ന രീതിയിൽ പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ഐഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ പദ്ധതി തിരിച്ചടിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ആപ്പിൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ആപ്പിൾ സിഇഒയോട് ഖത്തറിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യയിലെ ഉയർന്ന താരിഫ് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ പരാമർശം. വെടിനിർത്തൽ സംബന്ധിച്ച അവകാശവാദങ്ങൾക്കിടെ മുകേഷ് അംബാനി ട്രംപിനെ കണ്ടതും വലിയ ചർച്ചയായി. UAE-യിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അബുദാബി വിമാനത്താവളത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയാൻ അൽ നഹ്യാൻ സ്വീകരിച്ചു. UAE-യുടെ ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്തിന്റെ അതിർത്തിയിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് 1 വിമാനത്തിന് അകമ്പടി നൽകി. അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കും പ്രസിഡൻഷ്യൽ കൊട്ടാരമായ ഖസ് അൽ വത്താനും ട്രംപ് സന്ദർശിച്ചു. സൗദി അറേബ്യയും ഖത്തറും സന്ദർശിച്ച ശേഷമാണ് ട്രംപ് അബുദാബിയിലെത്തിയത്. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് ഇന്ന് ഉച്ചയോടെ തിരിച്ചു പോകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.